നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. +1 തുല്യത പഠിതാക്കളെ ഏവരെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് തുല്യത മലയാളം ക്ലാസ്സിലെ വാസന വികൃതി എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ച് കമന്റുകൾ ഇടണം. ചെയ്യുമല്ലോ? നമുക്ക് പഠന പ്രവർത്തനങ്ങൾ. ഞാൻ ആദ്യം നിങ്ങൾക്ക് വൺ വേർഡ് മാതൃകയിലുള്ള ചില ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും നൽകുന്നു. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യത്തെ ചെറുകഥ ഏത്? വാസന വികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം എന്ത്? കേസരി. തൂലികാനാമം എന്ന് വെച്ചാൽ സാഹിത്യകാരന്മാർ അവരുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താതെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ആ പേരിനെയാണ് തൂലികാനാമം എന്ന് പറയുന്നത്. ഒരുവിധം സാഹിത്യകാരന്മാരെല്ലാം ഇത്തരം രീതി അനുവർത്തിക്കുന്നുണ്ട്. ചെന്ന ദിക്കിലെല്ലാം ഈരാറു 12 എന്ന പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈരാറു 12 എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ പഴഞ്ചൊല്ലിന്റെ ഒരു അർത്ഥം അതിതാണ്: ജീവിതത്തിൽ കൈവന്ന അതിരറ്റ ഭാഗ്യം. അടുത്തത്, ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. വാസന വികൃതിയിലെ കഥാനായകൻ ആര്? ഏകദേശം ഈ മാതൃകയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക. നിങ്ങൾ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയാകും. നമുക്കിവിടെ കള്ളൻ, പോലീസ്, വക്കീൽ എന്നിങ്ങനെ 3 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് കള്ളൻ എന്നതാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഇക്കണ്ടക്കുറുപ്പ്, ഇട്ടി നാരായണൻ, രാമൻ നായർ, കുഞ്ചുണ്ണിക്കുറുപ്പ്. ഈ മാതൃകയിലും ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ കുഞ്ചുണ്ണിക്കുറുപ്പ് ഒഴികെയുള്ള മറ്റു 3 പേരുകളും നമ്മുടെ വാസന വികൃതി എന്ന കഥയിലെ കഥാപാത്രങ്ങളായിട്ട് അവരുടെ പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ചുണ്ണിക്കുറുപ്പ് എന്ന കഥാപാത്രം അതിലില്ല. അതാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത്, കൂട്ടത്തിൽ പെടാത്തത്. ഇനി നമുക്ക് 2 മാർക്കിന്റെ ഒരു ചോദ്യം ഒന്ന് ചെയ്താലോ? വാസന വികൃതി എന്ന തലക്കെട്ട് ഈ കഥയ്ക്ക് ഉചിതമാണോ? ഔചിത്യം വ്യക്തമാക്കുക. ഉചിതമാണ് അല്ലേ? ചേരുന്ന പേര് തന്നെയാണ്. വാസന ജന്മസിദ്ധമാണ്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരുന്ന സ്വഭാവ സവിശേഷതയാണത്. ഈ ജന്മവാസനയാണ് കഥയുടെ മുഖ്യ കഥാതന്തു. കഥാനായകന്റെ പൂർവികർ കള്ളന്മാരായിരുന്നു. അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും ലഭിച്ച മോഷണം എന്ന പാരമ്പര്യ മഹിമ കഥാനായകനും ഏറ്റെടുത്തു. അതുകൊണ്ട് ഈ തലക്കെട്ട്, വാസന വികൃതി എന്ന തലക്കെട്ട് ഈ കഥയ്ക്ക് ഉചിതം തന്നെയാണ്. വാസന വികൃതി എന്ന കഥയിലെ ഹാസ്യമുണർത്തിയ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ കുറിച്ച് ഒരു കുറിപ്പൊന്ന് തയ്യാറാക്കുക. ഈ കഥയിൽ പല ഭാഗങ്ങളിലും ഹാസ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പുഞ്ചിരിയും പൊട്ടിച്ചിരിയും ഒക്കെ ഉണർത്തുന്ന രംഗങ്ങൾ. നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന അതിൽ ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാനാണ്. അച്ഛൻ നമ്പൂതിരി ഉണരാതിരിക്കാൻ കറുപ്പു കൂടിയ മരുന്ന് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉണരുമോ എന്ന് വളരെ ഭയമുണ്ടായിരുന്നു. അതുണ്ടായില്ല. എങ്ങനെയാണ് ഉണരുന്നത്? ഒരിക്കലും ഉണരാത്ത ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. മഹൻ മഹാപാപി തന്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്ത മരുന്ന് മുഴുവൻ പാലിലിട്ടു കൊടുത്തു. ചൂതുകളി മൂലമുണ്ടായ കടം വീട്ടുന്നതിന് കള്ളന്റെ സഹായം തേടുന്നത് മാത്രമല്ല, സ്വന്തം അച്ഛനെ കൊല്ലാൻ പോലും മകൻ തയ്യാറാകുന്നത് കഥാനായകൻ അവതരിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ ഹാസ്യം ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ഇവിടെ ഉറങ്ങാനുള്ള മരുന്ന് 4-1 കൊടുക്കാൻ പറഞ്ഞിട്ട് അത് മുഴുവൻ കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് ആ അച്ഛൻ നമ്പൂതിരി മരണമടയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകമാണ്, ഒരു ഭീകരമായ ഒരു സത്യമാണ്. പക്ഷെ ഇവിടെ കഥാകാരൻ അത് അവതരിപ്പിക്കുന്ന രീതി, അതായത് ആ മഹൻ മഹാപാപി തന്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്ത മരുന്ന് മുഴുവൻ പാലിലിട്ടു കൊടുത്തു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ
നമ്മളത് കൊലപാതകമാണെന്ന് മറന്നുകൊണ്ട് അറിയാതെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതിയാലോ? ആഖ്യാന തലത്തിൽ വാസന വികൃതി എന്ന കഥ പുലർത്തുന്ന സവിശേഷതകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കഥയിലെ കഥാനായകൻ ഇക്കണ്ടക്കുറുപ്പ് എന്നു പേരുള്ള ഒരു കള്ളനാണ്. രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന ആത്മഗതത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്. ആത്മഗതം എന്നാൽ സ്വയം മനസ്സിൽ വിചാരിക്കുക, മനസ്സിൽ സംസാരിക്കുക. കഥാപാത്രം നേരിട്ട് കഥ പറയുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. വാസനാ വികൃതിയുടെ മറ്റൊരു പ്രത്യേകത അതിലെ നർമ്മം തന്നെയാണ്. തന്റെ അമളി കൊണ്ട് ജയിലിൽ പോകേണ്ടി വന്നതും നമ്പൂതിരിയുടെ കൊലപാതകം വ്യക്തമാക്കുന്നത് പോലും വായനക്കാരനിൽ ചിരിയുണർത്തും. ദ്വേധ നാരായണീയം, ദീവട്ടിക്കൊള്ള, ഈരാറ് 12 തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ തുടങ്ങിയ ഭാഷാപ്രയോഗങ്ങൾ വാസനാ വികൃതിക്ക് മാറ്റുകൂട്ടുന്നു. അടുത്തത്, ഇക്കണ്ടക്കുറുപ്പ് സത്യസന്ധനായ കള്ളനാണ്. ഈ പ്രസ്താവനയെ MP നാരായണപിള്ളയുടെ കള്ളൻ എന്ന കഥയിലെ നായകനുമായി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് പഠിക്കാനുള്ള വാസനാ വികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ കഥ. അതിലെ കള്ളനാണ് നായകൻ. ആ കള്ളന്റെ പേരാണ് ഇക്കണ്ടക്കുറുപ്പ്. ഇക്കണ്ടക്കുറുപ്പ് സത്യസന്ധനായ ഒരു കള്ളനാണ്. എന്നാൽ നമുക്കിവിടെ മറ്റൊരു കള്ളന്റെ കഥ തന്നിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് MP നാരായണപിള്ളയാണ്. ഈ രണ്ട് കള്ളന്മാരുടെയും സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ജീവിതം താരതമ്യം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന വികൃതിയിലെ കള്ളൻ ഒരു മോഷണ താവഴിയിലെ അംഗമാണ്. ജന്മസിദ്ധമായി ലഭിച്ച മോഷണ വിദ്യ അയാൾ നടപ്പാക്കുന്നു. അയാൾ വലിയ മോഷണങ്ങളാണ് കൂടുതലും ചെയ്തിരുന്നത്. മോഷണത്തിന്റെ പേരിൽ ലഭിച്ച ശിക്ഷാകാലം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അയാൾ തന്റെ തെറ്റുകളിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കുന്നു. അതിനായി പാപമോചനത്തിനായിട്ട് ഈശ്വരപാദങ്ങൾ തേടി പുറപ്പെടുകയാണ് അയാൾ ചെയ്യുന്നത്. ശരിയല്ലേ? അയാൾ പറയുന്നുണ്ടല്ലോ, ഗംഗയിൽ കുളിക്കണം, വിശ്വനാഥ ദർശനം ചെയ്യണം എന്നൊക്കെ. തന്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് പുറപ്പെടുന്ന ഒരു കള്ളനെയാണ് നമ്മൾ വാസനാ വികൃതിയിൽ അവസാനം കാണുന്നത്. നമുക്കിനി MP നാരായണപിള്ളയുടെ കള്ളനെ ഒന്ന് കാണാം. MP നാരായണപിള്ളയുടെ കള്ളൻ എന്ന കഥയിലെ കഥാനായകൻ തന്റെ തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നവനാണ്. ജീവിത സാഹചര്യങ്ങളാണ് അയാളെ കള്ളനാക്കുന്നത്. അയാൾ വിശപ്പ് മാറ്റുവാനാണ് വീടുകളിൽ കയറുന്നത്. ഓട് പൊളിച്ച് മോഷണത്തിനായി ഒരു വീടിന്റെ അകത്ത് കടന്ന അയാൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാനല്ല ശ്രമിക്കുന്നത്. 2 ദിവസമായി ആഹാരം കഴിക്കാത്ത അയാളുടെ വിശപ്പ് മാറാൻ ചോറും കറിയും എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. വിശപ്പ് മാറിയപ്പോൾ ക്ഷീണം മൂലം അയാൾ ഉറങ്ങിപ്പോകുകയും വീട്ടുകാർ അയാളെ പിടികൂടുകയും ചെയ്യുന്നു. അയാളുടെ സത്യസന്ധതയും കഷ്ടതയും കണ്ട വീട്ടുകാർ അയാളെ ശിക്ഷിക്കാതെ പോകാൻ അനുവദിക്കുമ്പോൾ ആ കള്ളന്റെ കണ്ണുകൾ നിറയുകയാണ്. വാസനാ വികൃതിയിലെ കള്ളൻ ജന്മവാസന കൊണ്ടാണെങ്കിൽ MP-യുടെ കള്ളൻ അന്നുള്ള ആഹാരത്തിനു വേണ്ടി മോഷ്ടിക്കുന്നവനാണ്. അടുത്തത്, ഞാൻ ഈ തൊഴിലിലിരുന്നാൽ 4-ാം അച്ഛന് അപമാനമേയുള്ളൂ. കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? വാസനാ വികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ് ഈ ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. അച്ഛന്റെയും അമ്മയുടെയും താവഴി അനുസരിച്ച് നല്ല മോഷണ പാരമ്പര്യമുള്ളവനാണ് ഇക്കണ്ടക്കുറുപ്പ്. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവയ്ക്കാതെ സ്വന്തമാക്കുന്ന ഒറ്റയ്ക്കുള്ള മോഷണത്തിലായിരുന്നു നമ്മുടെ ഇക്കണ്ടക്കുറുപ്പിന് താല്പര്യം. ഒറ്റയ്ക്ക് പോയി മോഷ്ടിക്കുന്നതിനെ പുള്ളി പറയുന്നത് നവീന മോഷണ രീതി എന്നാണല്ലോ.
ഒരുപാട് പേര് ചേർന്ന് ഒന്നിച്ചു പോകുന്നതാണ് പഴയ മോഷണ രീതി. നവീന മോഷണ രീതി പിന്തുടർന്ന അയാൾ തൊണ്ടി മുതൽ കാമുകി കല്യാണിക്കുട്ടിക്ക് സമ്മാനമായി നൽകി കുറെ സ്വർണം. അതിൽ നിന്ന് അവൾ വിരലിൽ അണിയിച്ച മോതിരം മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നഷ്ടമായത് പരാതി കൊടുക്കാൻ തോന്നിയ ആ വിഡ്ഢിത്തമുണ്ടല്ലോ, സ്വയം കുഴിയിൽ ചാടിയതിന് വഴിയൊരുക്കി. മഹിതമായ മോഷണ പാരമ്പര്യം ഉണ്ടായിട്ടും വിഡ്ഢിത്തം കാണിച്ച് പിടിക്കപ്പെട്ട താൻ ഇനിമേൽ ആ പാരമ്പര്യ മഹിമയ്ക്ക് അർഹനല്ല എന്ന് നായകൻ സ്വയം വിലയിരുത്തുന്നു. തന്റെ വിഡ്ഢിത്തത്തെ കുറിച്ചുള്ള ആത്മനിന്ദയാണ് ഈ പ്രതികരണം. ഇതാ ഒരു പ്രധാന ചോദ്യം, എക്സാമിനൊക്കെ വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യവും. ദ്വേധാ നാരായണീയം എന്ന ശൈലി കഥാസന്ദർഭത്തിന് ഇണങ്ങും വിധം വാസനാ വികൃതി എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നു. വിശദീകരിക്കുക. വായനക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടെഴുതിയ ആദ്യകാല കഥകളിൽ പഴഞ്ചൊല്ലുകളും ശൈലികളും ഉപയോഗിക്കുക പതിവ് രീതിയായിരുന്നു. വാസനാ വികൃതിയിൽ കഥാകൃത്ത് ഔചിത്യപൂർവം ദ്വേധാ നാരായണീയം എന്ന ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവായ നാരായണനെ കുറിച്ച് മേൽപ്പത്തൂർ നാരായണൻ എഴുതിയ കൃതി എന്ന അർത്ഥത്തിൽ ദ്വേധാ നാരായണീയം എന്ന് പറയുന്നു. കഥയിലെ നായകൻ അച്ഛന്റെ പാരമ്പര്യത്തിൽ കള്ളനായ ഇക്കണ്ടക്കുറുപ്പിന്റെയും അമ്മയുടെ പാരമ്പര്യത്തിൽ കള്ളനായ ഇട്ടി നാരായണൻ നമ്പൂതിരിയുടെയും മോഷണവാസന ജന്മനാ കിട്ടിയവനാണ്. മഹത്തായ ഒരു കൃതിയെ കുറിച്ചുള്ള വാഴ്ത്തുമൊഴി എടുത്ത് ഒരു ദുശീലത്തെ ന്യായീകരിക്കുന്നതിലൂടെ സൃഷ്ടിക്കുന്ന ആക്ഷേപഹാസ്യം കഥാസന്ദർഭത്തിന് ആസ്വാദ്യത നൽകുന്നു. കഥാഖ്യാനത്തിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്ന ഹാസ്യാത്മകതയ്ക്ക് ഏറ്റവും ഇണങ്ങുന്നതാണ് ഈ ശൈലിയുടെ ഉപയോഗം. അടുത്തത്, ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. പഴഞ്ചൊല്ലുകളും ശൈലികളുമാണ് വാസനാ വികൃതിയുടെ ആഖ്യാനത്തിന് മാറ്റുകൂട്ടുന്നത്. ഈ പ്രസ്താവനയോട് യോജിച്ചുകൊണ്ട് 2 സന്ദർഭങ്ങൾ എഴുതുക. പഴഞ്ചൊല്ലുകളും ശൈലികളും ഉചിതമായി ഉപയോഗിക്കുന്നത് ആദ്യകാല കഥകളുടെ പൊതു സ്വഭാവമാണ്. കഥയ്ക്ക് കൂടുതൽ മിഴിവ് നൽകാൻ ഇവയുടെ പ്രയോഗം ഉപകരിക്കുന്നു. ദ്വേധാ നാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ എന്ന പ്രയോഗം കഥാസന്ദർഭത്തിന് വിരുദ്ധമാണെന്ന് തോന്നാമെങ്കിലും കഥയ്ക്ക് നർമ്മമാധുര്യം നൽകുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മഹാവിഷ്ണുവായ നാരായണനെ കുറിച്ച് എഴുതിയ നാരായണീയം എന്ന ശ്രേഷ്ഠ കാവ്യത്തെ 2 താവഴിയിലും കള്ളനാവാനുള്ള തന്റെ യോഗം എന്ന് ഇക്കണ്ടക്കുറുപ്പ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നത് വായനക്കാരനിൽ ചിരി ഉണർത്തുക തന്നെ ചെയ്യും. അതുപോലെ മറ്റൊന്ന്, ചെന്ന ദിക്കിലെല്ലാം ഈരാറ് 12 അക്കാലത്ത് നിലനിന്നിരുന്ന പകിടകളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണിത്. കളിയിലെ പരമാവധി മൂല്യമാണ് 12. മോഷണവും കളിയും അതിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളും പറയാൻ ഉചിതമായ ചൊല്ലു തന്നെയാണിത്. മോഷ്ടിക്കാൻ ചെന്ന ദിക്കിലെല്ലാം തടസ്സങ്ങളില്ലാതെ മോഷണം നടത്താൻ അവസരം ലഭിച്ചു എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ പഴഞ്ചൊല്ലിന്റെ ഇവിടെയുള്ള ആശയം. നമുക്ക് മറ്റൊരു ചോദ്യം, ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ്. ഇതിനു മുൻപ് ഈ ആഖ്യാനത്തെ കുറിച്ച് മറ്റൊരു ചോദ്യം ഞാൻ നൽകിയിരുന്നു. അത് 1/2 പേജിൽ എഴുതാനുള്ള ഉത്തരമാണ്. ഇവിടെ നമുക്ക് ഇത് ഏകദേശം ഒരു 1.5 പേജിൽ എഴുതേണ്ടതായിട്ട് വരും. ശ്രദ്ധിക്കുക. വാസനാ വികൃതി എന്ന കഥയുടെ ആഖ്യാനത്തിലെ സവിശേഷതകൾ. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാ വികൃതി. വാസന ജന്മസിദ്ധമാണ്. കഥാനായകനായ ഇക്കണ്ടക്കുറുപ്പ് എന്നു പേരുള്ള കള്ളന്റെ ആഖ്യാനത്തിലൂടെയാണ് കഥ പോകുന്നത്. മോഷണ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരംഗം ആ പാരമ്പര്യത്തിന്റെ പെരുമ നിലനിർത്താൻ ആവശ്യമായ എല്ലാ കർമ്മങ്ങളും ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ്. ആ അംഗം നമ്മുടെ ഇക്കണ്ടക്കുറുപ്പ് തന്നെ. മോഷണത്തിനിടയിൽ ഉണ്ടാകുന്ന അമളികളും മറ്റും വളരെ ഹാസ്യാത്മകമായി കഥാകൃത്ത് അവതരിപ്പിക്കുന്നു.
താൻ മോഷ്ടിച്ച മോതിരം നഷ്ടപ്പെട്ടപ്പോൾ അത് ലഭിക്കുന്നതിനു വേണ്ടി പോലീസിൽ പരാതി കൊടുക്കുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. പൊട്ടിച്ചിരിപ്പിക്കുന്നത് മാത്രമല്ല, ഓർത്തോർത്ത് ഊറിച്ചിരിപ്പിക്കുന്ന അവസ്ഥയിലേക്കും കഥയിലെ പല രംഗങ്ങളും വായനക്കാരെ കൊണ്ടുപോകും. അമിതമായ ആത്മവിശ്വാസത്തിന്റെ ബലിയാടായി മാറുന്ന കഥാനായകൻ. മോതിരത്തിന്റെ സത്യം അറിയുമ്പോൾ കഥാനായകന്റെ അവസ്ഥ വായനക്കാർക്ക് ചിരിയുടെ പൂരം തന്നെ സൃഷ്ടിക്കുന്നു. മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഇക്കണ്ടക്കുറുപ്പിനെ പോലുള്ള ഒരാൾ പെട്ടെന്ന് മനംമാറ്റം സംഭവിച്ച് നല്ലവനാകുക വിശ്വാസയോഗ്യമല്ല. എന്നാൽ യുക്തിഭദ്രതയോടുകൂടി അതിനുള്ള സാഹചര്യം കൊണ്ടുവരുന്നതിൽ കഥാകൃത്ത് വിജയിച്ചു. അപമാനകരമായ അബദ്ധത്തിലേക്കും ശിക്ഷയിലേക്കും അയാൾ പതിച്ചത് കഥയുടെ കെട്ടുറപ്പിന് ബലം നൽകി. നമുക്കൊരു കഥാപാത്ര നിരൂപണമായാലോ? നമ്മുടെ വാസനാ വികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ് എന്ന കഥാപാത്രത്തെ ഒന്ന് വിശകലനം ചെയ്ത് ഒരു നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ശ്രദ്ധയോടെ പഠിക്കുക. രാജശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നായകൻ തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് പറയുന്ന കഥയാണ് വാസനാ വികൃതി. മാനസാന്തരം വന്ന കള്ളൻ പാപമോചനത്തിനായി കാശിക്ക് പോകുകയാണെന്ന് ഹാസ്യരൂപേണ പറയുന്നുണ്ട്. സ്വയം കഥാപാത്രമായി നിന്നുകൊണ്ട് കഥ പറയുന്ന രീതി ഇക്കണ്ടക്കുറുപ്പ് എന്ന കഥാപാത്രത്തിന് പൂർണ്ണത നൽകുന്നു. മോഷണകലയിലെ തന്റെ പാരമ്പര്യ മഹത്വത്തെ ദ്വേധാ നാരായണീയം എന്ന ശൈലി ഉപയോഗിച്ചാണ് നായകൻ വിശദീകരിക്കുന്നത്. 5-8 സർഗം കാവ്യം ഭംഗിയായി പഠിച്ച് മിടുക്കനായിട്ടും ചെറുപ്പത്തിലെ കോണം കട്ടും പ്രഹരം വാങ്ങിയും തന്റെ വാസനാബലത്തിൽ പെട്ടുപോയവനാണ് അയാൾ. സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ, വിഡ്ഢിത്തത്തെ നർമ്മം കലർത്തി കണ്ടതിനാലാണ് കള്ളനായിട്ടും ആ കഥാപാത്രത്തോട് വായനക്കാരന് ഇഷ്ടം തോന്നുന്നത്. കൊലപാതകത്തെ പോലും ഹാസ്യാത്മകമായി ആഖ്യാനം ചെയ്യുന്നത് ആ വലിയ തെറ്റിന് ലാഘവത്വം വരുത്തുന്നു. അയാളുടെ സ്വയം കളിയാക്കലിൽ ആത്മനിന്ദയോടൊപ്പം സ്വയം നവീകരിക്കലുമുണ്ട്. ചുരുക്കത്തിൽ മനഃശാസ്ത്രപരമായി ജന്മവാസനകളായ കുറ്റവാസനയെയും മോഷണവാസനയെയും എല്ലാം അതിജീവിച്ച് ആധ്യാത്മിക ചിന്തയിലൂടെ ഉയരുന്ന ഒരു കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. കൂടാതെ ജീവിതത്തെ ഹാസ്യാത്മകമായി ലാഘവത്തോടെ സമീപിക്കുന്ന ഒരു രസികനുമാണ്. അടുത്തത് ഹാസ്യാത്മകതയാണ് വാസനാ വികൃതി എന്ന കഥയെ മികച്ച വായനാനുഭവമാക്കി മാറ്റുന്നത്. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി വിശകലനക്കുറിപ്പ് എഴുതുക. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ചെറുകഥയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ വികൃതി. രചനാ സവിശേഷതയാണ് 130 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച ഈ കഥ ഇന്നും മികച്ച വായനാനുഭവമാക്കുന്നത്. ഇക്കണ്ടക്കുറുപ്പ് എന്ന കള്ളൻ തന്റെ കഥ പറയുന്ന രീതിയിലാണ് കഥ പോകുന്നത്. മോഷണകലയിൽ തലമുറകളുടെ പാരമ്പര്യ മഹിമയുണ്ട് അയാൾക്ക്. നാരായണ ഭട്ടതിരിയുടെ നാരായണീയം ദ്വേധാ നാരായണീയം ആകും പോലെ താനും മരുമക്കത്തായ താവഴി അനുസരിച്ച് കള്ളനാകാനുള്ള വാസനാബലം ഉണ്ടെന്ന് ഇക്കണ്ടക്കുറുപ്പ് അവകാശപ്പെടുന്നത് ആക്ഷേപഹാസ്യം ജനിപ്പിക്കുന്നു. ആ വാസനാബലം കൊണ്ട് ബാല്യത്തിലെ കോണം കട്ടും പ്രഹരം കൊള്ളേണ്ടി വന്നു എന്ന് പറയുന്നിടത്തും പരിഹാസം കലർന്ന നർമ്മം കാണാം. ഒരു കൊലപാതക കഥയിൽ പോലും ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്തിട്ടുണ്ട്. തന്റെ ആഗ്രഹം സാധിക്കാൻ അച്ഛന് ഉറക്കമരുന്ന് അളവിൽ കൂടുതൽ കൊടുത്ത് എന്നേക്കുമായി ഉറക്കിയ മകനെ മഹാപാപി എന്ന് വിശേഷിപ്പിക്കുന്നതും നർമ്മരസികതയോടെയാണ്. ഗുജിലി തെരുവിൽ തേവിടിച്ചിയുടെ വായിൽ നോക്കി വാ പൊളിച്ചു നിൽക്കുന്ന കോന്ത്രപ്പല്ലം പോലീസുകാരനെ ഒരു വാഗ്മയ ചിത്രം പോലെ അവതരിപ്പിച്ചതും കഥയ്ക്ക് നർമ്മരസം നൽകുന്നുണ്ട്.
മോഷ്ടിച്ച മുതൽ മോഷണം പോയെന്ന് പോലീസിൽ പരാതി കൊടുത്ത് സ്വയം കെണിയിൽ വീണ കഥാനായകന്റെ അമ്മളി ഹാസ്യാത്മകമായ ഒരു രംഗമാണ്. കഥാന്ത്യത്തിൽ മോഷണം നിർത്തി കാശിക്ക് പോയി എന്ന് പറയുന്നതും ആക്ഷേപഹാസ്യം തന്നെയാണ്. നർമ്മമധുരമായി കഥ പറഞ്ഞ് വായനക്കാരെ രസിപ്പിക്കുന്നത് കൊണ്ടാണ് കാലമേറെ കഴിഞ്ഞിട്ടും വാസനാവികൃതി മികച്ച വായനാനുഭവമായി അനുഭവപ്പെടുന്നത്. അടുത്തത്, ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. വാസനാവികൃതി എന്ന കഥയ്ക്ക് രചനാപരമായ പ്രത്യേകതകൾ ഒന്ന് ചർച്ച ചെയ്യുക, എന്നിട്ടൊരു നിരൂപണം തയ്യാറാക്കുക. അവതരണ രീതിയുടെ പ്രത്യേകത, ഹാസ്യം, പഴഞ്ചൊല്ലുകളുടെയും ശൈലികളുടെയും പ്രയോഗം, അന്നത്തെ വ്യവഹാര ഭാഷയോട് അടുത്തു നിൽക്കുന്ന രചനാരീതി, ഇവയെല്ലാം വാസനാവികൃതിയുടെ ഭാഷാപരമായ പ്രത്യേകതകളാണ്. ഈ കഥയിലെ നായകൻ ഒരു കള്ളനാണ്. ഒരു കള്ളൻ കേന്ദ്ര കഥാപാത്രമായി വരിക എന്ന അപൂർവതയും ഈ കഥയിൽ കാണാം. തിന്മയുടെ ഭാഗത്ത് നിലയുറപ്പിച്ച കഥാനായകന് സംഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളും മനപരിവർത്തനവുമാണ് ഈ കഥയിലെ പ്രമേയം. മോഷണം മുതൽ കാമുകിക്ക് സമ്മാനം നൽകിയതിനെ തുടർന്ന് നായകന് പറ്റിയ അമളി അയാളെ ശിക്ഷാർഹനാക്കുന്നു. തുടർന്ന് മോഷണം നിർത്താനും നല്ലവനാകാനും ശ്രമിക്കുന്നു. കഥയിൽ കഥാകാരൻ നാടകീയത സ്വീകരിക്കുന്നുണ്ട്. കഥയിലെ പല കാര്യങ്ങളും വായനക്കാരൻ കണ്ടെത്തണമെന്ന വിധം കഥ അവതരിപ്പിക്കുന്നു. കഥാനായകന്റെ ജീവിത വഴികളും നമ്പൂതിരിയുടെ കൊലപാതകവും മോഷണവും മദിരാശിയിലെത്തി തുടർന്ന് കളവിൽ പിടിക്കപ്പെടുന്നതുവരെയുമുള്ള സംഭവ പരമ്പരകളും നാടകീയത നിറഞ്ഞ സന്ദർഭങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ അമളികൾ അയാൾ തന്നെ പറയുന്ന രീതി വായനക്കാരെ ആകർഷിക്കുന്ന ഘടകമാണ്. സംസാര ഭാഷയും സത്യസന്ധമായ അവതരണവും കഥാപാത്രം തന്നെ സംസാരിക്കുന്ന അവതരണ രീതിയും കഥയ്ക്ക് പകിട്ടേകുന്നു. കൂടാതെ കഥാന്ത്യത്തിൽ ഇതുവരെ ചെയ്ത പാപങ്ങളുടെ മോചനത്തിനായി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും ചെയ്യാനൊരുങ്ങുന്ന കഥാനായകൻ നന്മയിലേക്ക് വഴിമാറി എന്നും കഥാകാരൻ വ്യക്തമാക്കുന്നുണ്ട്. ശൈലികളുടെയും പ്രയോഗങ്ങളുടെയും അവതരണവും വാസനാവികൃതിയിലുണ്ട്. ദ്വൈതാനാരായണീയം, ഗണാഷ്ടക വിൽപ്പത്തി തുടങ്ങിയ സംസ്കൃത പ്രയോഗങ്ങളും സംസ്കൃത ശ്ലോകങ്ങളും പാശികളി, ഈരാറ് 12 തുടങ്ങിയ പദങ്ങളും നമുക്ക് കഥയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ വാസനാവികൃതി എന്ന പാഠവും നിങ്ങൾക്ക് അതിന്റെ ആശയം വിശദീകരിച്ച് വീഡിയോ ആയിട്ട് നൽകിയിട്ടുണ്ട്. തുടർന്ന് ഇതാ ഞാൻ ആ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നൽകുന്നു. പാഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.